എല്ലാവർക്കും വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുരുത്തക്കേടിന് കയ്യും കാലും വെച്ച ഒരു തുമ്പിയും ഒരു മണിക്കുട്ടി രണ്ടും കൂടെ ചെയ്യുന്ന പണിയാണിത്. തുമ്പി വാ, തുമ്പി ഇതേ ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ് ഞാൻ. തുമ്പിനെ ഒന്ന് പരിചയപ്പെടുത്താനോ, തുമ്പി ആരാണ്, എന്താണ്, തുമ്പിയുടെ കഴിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ. റാണി ഇവള് റാണിയും പിന്നെ റാണി അങ്ങനെ ലൈവായിട്ട് റാണമ്മയുടെ ഗുണ്ടായസം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അണ്ണനെ മില്ലി പോവുകയാണ് മുളക് പൊടിക്കാനായിട്ട്. റാണി ടാറ്റ പറഞ്ഞു. ഡാ അവളെ മുതുവത്തരോ. ഇവിടെ വാ, ഗേറ്റിന് വെളിയിൽ പോകരുതാരും. ഇവിടെ വാ. ഇവിടെ ഇപ്പോൾ ഇതാ റാണിയും ജിമ്മിയും കൂടെ അവർ തമ്മിൽ കളിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവരെന്തുവാ ഈ കളിയിൽ ഉദ്ദേശിക്കുന്നതെന്നുള്ള നമുക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ഇതാണോ എന്തോ. അപ്പം എൻ്റെ മുതുകത്തുള്ള രോമം മൊത്തം കടിച്ച് പറിച്ച് വയ്ക്കലാണ് ഇവൻ്റെ പണി. റാണിക്ക് ബാക്കി എല്ലാ സൈഡിലും രോമമുണ്ട്. അയ്യോ എൻ്റെ പിന്നെ ബാക്കി എല്ലാ ഭാഗത്തും രോമമുണ്ട്. അവൾക്ക് മുതുവിൻ്റെ ഭാഗത്ത് മാത്രം രോമമാണ്. എൻ്റെ വണ്ടിയൊക്കെ ഇടിച്ച് നശിപ്പിക്കും. ഇപ്പോൾ നോക്കിക്കോ. ഒരു മൽപ്പിടുത്തം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നേരത്തെ റെസ്റ്റ് എടുക്കുകയാണ്. ഈ റെസ്ലിങ്ങിന് ഇടയ്ക്ക് ഗുസ്തിക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് റെസ്റ്റിംഗ് ടൈമില്ലേ, അത് കണക്കാണ്. ആയിക്കുന്ന ആയിപ്പൊക്കെ നോക്കി നാഗ് നീട്ടിയിട്ടിരുന്ന് മല്ല ഇതായിരിക്കുന്നത്. ഹായ് മേഡം. ഇതും തുമ്പിയായിട്ടുള്ള മൽപ്പിടുത്തം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുവാണേ. റെസ്ലിംഗ് കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്കുള്ള ഇടവേളയാണ് ഇതൊക്കെ. അണ്ണൻ മില്ലി പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുക ജിമ്മിയും തുമ്പിയും. തുമ്പി വാ. തുമ്പിയെ പരിചയപ്പെടുത്തണ്ടേ. തുമ്പിയുടെ കഴിവുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവുകളാണ്. ഈ 1 മാസം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കഴിവുകളൊക്കെ മനസ്സിലായത് കേട്ടോ. സർജറി കഴിഞ്ഞ് 1 മാസമായിട്ട് തുമ്പി ഇപ്പോൾ താഴെയാണ്, മുകളിലത്തെ കൂട്ടിലല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുമ്പം ചെയ്യുന്ന കലാപരിപാടികൾ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാൻ പോവുകയാണ്. എവിടെ പോന്ന് മേഡം? മേഡം ഹായ്. ഇതാണ് ഞങ്ങളുടെ തുമ്പി. കാണാൻ എന്തൊരു സുന്ദരിയാ. ചുമന്ന മൂക്ക്, പൂച്ചക്കണ്ണ്. ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് മിടുക്കിയായിട്ട് നിൽക്കുക. പോക്കുണ്ട്. എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ അടുക്കള വശത്തെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വയ്ക്കുന്ന ചാക്കിരിപ്പുണ്ട്, അതിൻ്റെ അടുത്തോട്ടാണ് ഈ പോക്ക്. അപ്പോൾ അവളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് തുമ്പിയുടെ കഴിവുകൾ. അതായത് അവൾക്ക് പ്രത്യേക ഡിസൈനിലൊക്കെ ചെരുപ്പുകൾ ഡിസൈൻ ചെയ്യാനുള്ള ഒരു കഴിവ് തുമ്പിക്കുണ്ട്. 1 മാസം കൊണ്ട് തുമ്പി ഡിസൈൻ ചെയ്ത ചെരുപ്പുകളാണ് ഈ കാണുന്നതെല്ലാം. ഈ 4 ജോഡി. ഒന്ന് അണ്ണൻ്റെ ചെരുപ്പ്, ഷോപ്പിൽ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പായിരുന്നു കേട്ടോ ഇത്. ഒരു ദിവസം ഉച്ചയ്ക്കല്ലല്ലോ എപ്പോഴാണ്, വൈകുന്നേരം സന്ധ്യയ്ക്കാന്ന് തോന്നുന്നു, അണ്ണൻ കടയിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ഫ്രണ്ടിൽ ആ സിറ്റൗട്ടിൻ്റെ താഴെ ഒന്ന് ഇട്ടിട്ട് എൻ്റെ പൊന്നോ 5 മിനിറ്റ് നേരത്തേക്ക് അകത്തോട്ടൊന്ന് കയറിയിട്ട് പോയി. അപ്പോഴേ ഓർത്ത് അയ്യോ ചെരുപ്പെടുത്ത് വെച്ചില്ലായിരുന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ദാണ്ടിരിക്കുന്നു. സ്വാഹ കാണിച്ച് പറിച്ച് നാശമാക്കി. എന്തായാലും ഈ സൈഡ് വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യത്തിന് നമുക്കിതിപ്പം ഇവിടെ മുറ്റത്തൊക്കെ ഇടാൻ ഉപയോഗിക്കാം. അതേ പറ്റും. അപ്പോൾ ഇതാണ് ഡിസൈൻ നമ്പർ 1. കണ്ട, ഇങ്ങനെയൊക്കെയാണ് തുമ്പി ഡിസൈൻ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് പോയിട്ടില്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ ഉപയോഗിക്കാം. ഡിസൈൻ നമ്പർ 2 ഡാണ്ടിരിക്കുന്നു. ഇതാണ് ഡിസൈൻ നമ്പർ 2. ഇത് അടുക്കള അവരെ കൂട്ടിലിട്ടിരുന്ന സമയത്ത് അബദ്ധവശാൽ ചെരുപ്പ് ആ സൈഡിലായിപ്പോയി. നമ്മൾ ശ്രദ്ധിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ എന്താ ഭംഗിയാന്ന് നോക്കിയേ. സൂപ്പർ ഭംഗിയല്ലേ. പിന്നെ ഈ വള്ളിയൊന്നും ഇല്ലായിരുന്നു. ഈ വള്ളിയൊക്കെ എടുത്ത് മാറ്റി വള്ളിയൊന്നും ഇല്ലാത്ത രീതിയിൽ അവൾ ഡിസൈൻ ചെയ്ത് വെച്ചത്. കണ്ട, ഈ വള്ളി പിന്നെ നമ്മൾ ഇട്ടാണ് കേട്ടോ. കാരണം ഇത് കാലിൽ കവറാവും, കളയാൻ പറ്റത്തില്ല. നമുക്കിങ്ങനെ ഇടാം. അത്യാവശ്യം നമുക്കിട്ട് മുറ്റത്തൊക്കെ നടക്കാം. അപ്പോൾ അതുകൊണ്ടൊരു വള്ളി പഴയത് ഇവിടെ കിടന്നത് ഇവളുടെ മുന്നേ വന്നവർ, അതായത് നമ്മളെ ജിമ്മി കുട്ടൻ, പിന്നെ വൈറ്റമ്മ അങ്ങനെ ചെരുപ്പൊന്നും നശിപ്പിക്കാറില്ലായിരുന്നു കേട്ടോ. നശിപ്പിക്കുകയല്ല, ഡിസൈൻ ചെയ്യാറില്ലായിരുന്നു. ജിമ്മി കൂടെ ഭയങ്കരമായിട്ട് ഡിസൈൻ ചെയ്യുമായിരുന്നു. അവന് വലിയൊരു ഡിസൈനറായിരുന്നു. അപ്പോൾ അന്ന് അവൻ ഡിസൈൻ ചെയ്ത കുറേ സിൽപ്പറിൻ്റെയൊക്കെ വള്ളികൾ ഞങ്ങളെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ഭാവിയിൽ ഇത് പ്രയോജനപ്പെടുമെന്ന്.
അപ്പോൾ ആ വള്ളി എടുത്ത് ഇതിനകത്തിട്ട് ഞങ്ങളും അതങ്ങ് ഡിസൈൻ ചെയ്ത് പുതിയ യൂസിനെടുത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസൈൻ നമ്പർ 3 എൻ്റെ ചെരുപ്പ്. ഞാൻ പുറത്തിട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പ്. അത് ഞാൻ ഷോപ്പിൽ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പായിരുന്നു ഇത് ഒരു 5 മിനിറ്റ് നേരം ശ്രദ്ധ പോയതിൽ പറ്റിയതാണ്. ഇവിടെ കണ്ട കാന്താരി, ഈ പെണ്ണ് ആരാ സൈസ് എന്നറിയ? റാണി. എന്താണ് അവിടെ? ഞാൻ പറഞ്ഞില്ല, ഒരു 5 മിനിറ്റ് എടുത്ത് റെസ്റ്റിംഗ് ടൈം ഉണ്ടല്ലോ റെസ്ലിങ്ങിനിടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത റെസ്ലിംഗ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ജിമ്മിനെ പിടിച്ചു പറ്റുവാണോ മണിക്കുട്ടി? ഓരോ ഓട്ടം കഴിഞ്ഞാൽ റാണി ഒന്ന് റെസ്റ്റ് എടുക്കും, ശകലം ഒന്ന് സൈഡിലോട്ട് മാറിയിരിക്കും, പിന്നെ ഒന്ന് റീചാർജ് ആകുമ്പോഴത്തേക്ക് വീണ്ടും ജിമ്മിയുടെ കൂടെ ചെല്ലും. ഇപ്പോൾ അവർ തമ്മിലാണ്. ഇതൊക്കെ എന്തുവാണോ എന്തോ എൻ്റെ ഈശോ അവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാ ചെരുപ്പും കാണിച്ചില്ലല്ലോ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ചെരുപ്പ് കേട്ടോ. മൊത്തം പറഞ്ഞില്ലല്ലോ. ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് ചെരുപ്പ് ഇവരെ തുറന്ന് വിട്ടിട്ട് ചെരുപ്പ് ഊരി എല്ലാം ഈ ഫ്രണ്ട് ഇടുമ്പോഴാണ് സംഭവിക്കുന്നത് മൊത്തം. ഈ ഫ്രണ്ട് മുറ്റത്തിടുമ്പോഴേ ബാക്ക് മുറ്റത്ത് അടുക്കള ഭാഗത്തിട്ടിരുന്ന വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ടിൽ ഊരിയിട്ടിട്ട് അകത്തോട്ടൊന്ന് കയറി അപ്പോഴും ഓർമ്മ വന്നു, ഈ ചെരുപ്പ് വെളിയിൽ കിടക്കും. താഴെ വന്നപ്പോഴത്തേക്ക് ഇതാ എൻ്റെ ഒരു ചെരുപ്പ്. അതിൻ്റെ വള്ളി അവൾ നോക്കിയപ്പോൾ വള്ളിക്കൊന്നും വലിയ ഭംഗിയില്ല. അതൊക്കെ എടുത്ത് മാറ്റി പുതിയൊരു രീതിയിൽ ഡിസൈൻ ചെയ്ത് അവളവിടെ വെച്ച്. ഇത് ഒരെണ്ണം എനിക്ക് വേറൊരു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു 2 മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇട്ടുകൊണ്ട് നടന്നോളൂ. അപ്പം ഞാനിതിപ്പോൾ എന്തോ പറയണ്ടേ, എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തുമ്പി ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ജിമ്മി തൊട്ട് കഴിഞ്ഞിട്ട് ഒരുവിധം എല്ലാവരും ചെരുപ്പുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നവരായതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ചെരുപ്പ് മേടിച്ച് തളർന്നിരിക്കുന്ന ആൾക്കാർ, ഞാനും അണ്ണനും. അപ്പോൾ നമ്മളെന്തായത് ഇടത്തെ കാലിൽ 2 ചെരുപ്പ് കിട്ടിയോ അതിട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് വേണ്ട തുമ്പി എടുത്തുകൊണ്ട് പോയി അതും ഡിസൈൻ ചെയ്തു. അപ്പോൾ നിങ്ങളൊരു ഇത്രയൊക്കെ ഡിസൈൻ അവൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ചുകൂടെയെന്ന്. മനുഷ്യരല്ലേ നമ്മൾ, പല കാര്യങ്ങൾ ആലോചിച്ചൊക്കെ കയറി വരുമ്പോഴും പെട്ടെന്ന് ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് ഓർക്കാതൊക്കെ അകത്ത് കയറിയെന്ന് പോയിട്ട് അകത്ത് കയറുമ്പോൾ മിന്നൽ പോലെ നമുക്ക് തലയിലടിക്കും, അയ്യോ ചെരുപ്പ് വിളിക്കണത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പം ഈ 4 ജോഡി ചെരുപ്പ് തുമ്പി 1 മാസം കൊണ്ട് ഡിസൈൻ ചെയ്തതാണ്. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു ചെരുപ്പ്, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു പെൺകുട്ടി നമ്മളിവിടെ ഉണ്ട്, തുമ്പി പേര്. പിന്നെ ഇതൊക്കെ കണ്ട കുറേയൊക്കെ ഞങ്ങൾ എടുത്ത് കളഞ്ഞു കേട്ടോ. ഒരുപാട് ചെരുപ്പുകൾ ഞങ്ങൾ എടുത്ത് കളഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി ഒരു 6-7 ജോഡി ചെരുപ്പുകൾ ഇങ്ങനെ നമ്മൾ പോയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും സങ്കടകരമായ ഡിസൈൻ. ഇതെന്താണെന്ന് വെച്ചാൽ അണ്ണൻ്റെ ചെരുപ്പായിരുന്നു. മേടിച്ചിട്ട് ഒരു 20 ദിവസം കണ്ട് ആയതേ ഉള്ളായിരുന്നു. പുറത്തിടാൻ മേടിച്ച ചെരുപ്പാണ്, 20 ദിവസം ആയതേ ഉള്ളായിരുന്നു. അപ്പോൾ അവ ആശിച്ച് മേടിച്ച നല്ല കളറൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പോൾ അവിടെ കിടന്ന് മഴയൊക്കെ തന്നെ ഞാൻ മൂലയിലെല്ലാം കൂടെ വാരിയിട്ടിരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇതെല്ലാം കൂടെ ഇപ്പോൾ നുള്ളിപ്പറക്കി എടുത്തുകൊണ്ട് വന്നൊരു വീഡിയോ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നതാണ്. കുറേയൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞ് കുറേയൊക്കെ വേസ്റ്റിലൊക്കെ പോയി. അണ്ണനെ ഈ ചെരുപ്പ് മേടിച്ചിട്ട് ഒരു 20 ദിവസം കണ്ടായത്. പാവം ഇതുപോലെ അബദ്ധം പറ്റി മിറ്റിട്ടിട്ട് പെരിക്കകത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതിൻ്റെതാ വള്ളി. ഇത് ഡിസൈൻ ചെയ്തത് ജിമ്മിയാണ്, കട്ട് ചെയ്ത് പരുവാക്കി വെച്ച്. അണ്ണന് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ. അണ്ണൻ ആഗ്രഹിച്ച് മേടിച്ചൊരു കളറ് ചെരുപ്പുമായിരുന്നു. അപ്പം ഭയങ്കര വിഷമമായി അണ്ണനും. കാരണം അവൻ്റെ ആ ഒരു ഏജ് ഉണ്ടല്ലോ, ഒരു 1.5 വയസ്സ് 2 വയസ്സ് വരെയുള്ള പ്രായമെന്ന് പറഞ്ഞാൽ നമ്മളിനി അവരെ എന്ത് ചെയ്താലും അവരിത് എടുക്കും, കണ്ടു കഴിഞ്ഞാൽ എടുക്കും, ഇങ്ങനെ കടിച്ച് നശിപ്പിക്കും. അത് അവരുടെ സ്വഭാവത്തിലുള്ളതാണ്. അപ്പം നമ്മളതിലൊന്നും നമ്മൾ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത്രയൊക്കെ ഞങ്ങളതിൽ നിന്ന് സൂക്ഷ്മത കുറവുകൊണ്ട് വന്നു പോയതല്ല. എങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് അറിയത്തില്ല. പിന്നെ ഈ ചെരുപ്പ് കണ്ട, ഇതിപ്പോൾ ഒരെണ്ണേ ഉള്ളു. ഒരെണ്ണം ജിമ്മിയാണെന്ന് തോന്നുന്നു. ജിമ്മിയാണോ അതോ അല്ലല്ല, ഈ തുമ്പിയുടെ കൂട്ടത്തിലുള്ള വേറെ ആരോ ഒന്ന് എടുത്ത് ഡിസൈൻ ചെയ്ത് കളഞ്ഞപ്പോൾ ഞാൻ ഇതിന് ഒരെണ്ണത്തിന് എടുത്തവിടെ മൂലയിലിട്ടിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ തുമ്പി അത് എവിടുന്നോ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് അവൾ ബാക്കി ഡിസൈനും കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പം തൽക്കാലം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കയ്യിൽ ഡിസൈൻ ചെയ്ത ചെരുപ്പുകൾ. കുറേയൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഡിസൈനറെ ഞാൻ അടിപൊളിയായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം.
കൂട്ടിനകത്ത് കിടന്ന ചാക്കാണേ. പോയി എടുത്തുകൊണ്ട് വന്നത് ജിമ്മി. എന്നിട്ട് അത് വെച്ചിട്ട് അവർ രണ്ടും കൂടെ കളിക്കുന്നു, റാണിയും ജിമ്മിയും കൂടെ. ഇതിലൊക്കെ എന്തോ അർത്ഥമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ മോള് ഡിസൈൻ ചെയ്തതാ കേട്ടാ. അത് നീയല്ല, അത് ജിമ്മി ചേട്ടൻ ഡിസൈൻ ചെയ്തത്. മോള് ഡിസൈൻ ചെയ്തതൊക്കെ ദാണ്ടിരിക്കുന്നു. ഈ 4 എണ്ണമാണ് നീ ഡിസൈൻ ചെയ്തത്. മണത്ത് നോക്കുന്നുണ്ടാ? എടുത്തുകൊണ്ട് പോകാനുള്ള വല്ല വഴിയുണ്ടോ നോക്കുക. ഇനി വന്നേ തുമ്പി, ഇനി വന്നേ. ഇത് കള്ളി. പിന്നെ അനുസരണ ഇത്തിരി കുറവുള്ള കൂട്ടത്തിലാണ്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഡേയ് ഇനി വാ തുമ്പി, വാ. സുന്ദരി വന്ന്. ഇതാണ് വേൾഡിലെ നമ്പർ 1 ചെരുപ്പുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സുന്ദരിക്കോത. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഡിസൈൻ ചെയ്യാൻ. ഇവളെ അല്ല, ചെരുപ്പിനെ ഡിസൈൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് കുഞ്ഞ് ഡിസൈൻ ചെയ്ത് തരും അല്ലേ? നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ഡിസൈൻ ചെയ്യുന്ന പുള്ളിക്കാരികളോ പുള്ളിക്കാരന്മാരോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. ഇത് ഞങ്ങളെ വീട്ടിലെ നമ്പർ 1 ഡിസൈനറാണ്. നമ്മൾ തീറ്റി പോറ്റി വളർത്തുന്ന നമ്പർ 1 ഡിസൈനർ. നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഇതിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താ പറയുക, നമ്മളെയൊക്കെ വീടുകളിൽ ഡോഗ്സ് ചെരുപ്പെടുക്കുന്നതെന്നും പറഞ്ഞ് അവരെ വാരിയിട്ട് അടിക്കുക, അല്ലെങ്കിൽ കൊണ്ട് കളയുക, ഉപദ്രവിക്കുക ഒക്കെ ചെയ്യാറുണ്ട്. ശരിയാണ്, നമ്മളതിലൊന്നും പൈസ ഇല്ല. ചെരുപ്പൊക്കെ വെടിയെ നശിപ്പിക്കാൻ പൈസ ഇല്ല, ശരിയാണ്. അത് നമ്മൾ സൂക്ഷിച്ചാൽ മതി. അപ്പം ഇതുപോലെ ഇവിടെയൊക്കെ ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഒരുപാട് പ്രശ്നം, ഇവർ വളർത്തുന്നു എന്നും പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്കും പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നൊരുത് ഞങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹം, അതിലൊരു കുറവും ഞങ്ങൾക്ക് ഇന്നേ വരെ ഞങ്ങൾ വരുത്തിയിട്ടില്ല. കാരണം ഇവർ തരുന്ന ആ സ്നേഹം ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നാറില്ല. കേട്ടോ ഇടയ്ക്ക് എനിക്ക്, കാരണം പൊടി അലർജി ആയിട്ട് 2 ദിവസം കൊണ്ട് ചെറിയ ചുമയുണ്ട്. അപ്പോൾ എൻ്റെ ചുമ കേട്ടപ്പോൾ നോക്കുവാണ് ആൾ, എന്തുവാ ഈ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ അവൾ നോക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു തന്നത്, ഇത്രയൊക്കെ പണികൾ ഇവിടെ ഒപ്പിച്ചിട്ടും ഞങ്ങളെ ഇവരെ ഇത്ര പൊന്നുപോലെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഞങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങളിവരെ ഫുൾ ടൈം ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയല്ലേ, കൂട്ടിലൊക്കെ ഇടാം. എന്നിട്ട് എപ്പോഴും അവരെ കൂടെ തുറന്നു വിടുമ്പോൾ എപ്പോഴും നമുക്ക് അവരെ കൂടെ നിൽക്കാനും പറ്റത്തില്ല. നമുക്ക് വീട്ടിൽ ഷോപ്പിലൊക്കെ പോകണമായതുകൊണ്ട് ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല ഈ കാര്യങ്ങളിലൊന്നും. അങ്ങനെ സംഭവിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അല്ലാതെ പൈസ കൊഴുപ്പ് അങ്ങനെയൊന്നും പറഞ്ഞോളല്ലേ, നമ്മൾ സാധാരണക്കാരാണ്, അത്ര വലിയ ക്യാഷുള്ള ടീമൊന്നുമല്ല നമ്മൾ. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ നമ്മളെ ലൈഫിൽ കാണും. ഇതിപ്പോൾ അവർ തുമ്പിക്ക് ഇപ്പോൾ ഏതാണ്ട് 1.4 വയസ്സായിട്ടുള്ളൂ. അവൾക്ക് ഇനി അതൊരു 1.5-2 വയസ്സ് വരെ ഈ ക്യാരക്ടർ എന്തായാലും കാണും. അപ്പോൾ അത് നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കണം, ഇവരുടെ ഈ കുരുത്തക്കേടൊക്കെ മാറാൻ. പിന്നെ അത് അവരുടെ ഒരു പ്രായമാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊള്ളും. ഇപ്പോൾ മനുഷ്യൻ്റെ മക്കളായാലും മനുഷ്യ കുഞ്ഞുങ്ങളായാലും ഒരു കുസൃതിയും കാര്യങ്ങളൊക്കെ ഒരു പ്രായം വരെ കാണത്തില്ല. അതുപോലെ തന്നെ ഇവർക്കും. എന്നാ ജിമ്മി, ഈ കൂട്ടി കിടന്ന് ചാക്കെടുത്ത് വെളിയിൽ കൊണ്ടുവരാൻ നിൻ്റെ അടുത്ത് ആരും പറഞ്ഞു? നീ രാത്രി എന്തോയിട്ട് ഉറങ്ങും? അവർ റോഡിൽ പോകുന്ന വണ്ടികളൊക്കെ ശ്രദ്ധിക്കുക. കാരണം അണ്ണനെ മില്ലിൽ പോയിരിക്കുക മുളക് പൊടിക്കാൻ. അപ്പോൾ അണ്ണൻ്റെ വണ്ടിയാണോ എന്നാണ് ഈ ശ്രദ്ധിക്കുന്നത്. അല്ലടാ ജിമ്മി കൂട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ചാക്ക് ഡിസൈൻ ചെയ്യാൻ കയറിയിട്ടുണ്ട്. അതെടുത്ത് അവിടെ ഇട്ട് കണ്ട കുരുത്തക്കേട് പെണ്ണിൻ്റെ കാര്യം. അവളത് ഡിസൈൻ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ഒരുത്തെന്താ എൻ്റെ കാലിൽ ഞാൻ അവിടെ നിന്നപ്പോഴത്തേ അവൻ വന്ന് എൻ്റെ കാലിലും കിടന്നു. ജിമ്മി അവിടെ ഡിസൈൻ നെയ്യുകയാണ്, ചാക്ക് നെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം നശിപ്പിച്ച് കയ്യിൽ തരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബായ്.